രാവിലെ ഒരു ബ്രേക്കിംഗ് ന്യൂസ്. ആക്ടർ ബാല, അമൃത, കേസ്, ഇൻഷുറൻസ്, കുട്ടി അങ്ങനെ വിഷയങ്ങൾ വീണ്ടും തുടങ്ങുകയാണ്. വീണ്ടും ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ ബാല എന്ന് പറഞ്ഞ വ്യക്തി ബാല കോകില എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് ഇടുന്നു. അവരങ്ങനെ പോകുന്നു. ഇവിടെ ഈ സൈഡിൽ ഇവരുടെ പാട്ടും കാര്യങ്ങളും ഇവരുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇവരും അങ്ങനെ പോകും. പെട്ടെന്നാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു ബ്രേക്കിംഗ് വന്നിട്ടുള്ളത്. നടൻ ബാലയ്ക്കെതിരെ വീണ്ടും കേസ്. എന്താണ് വിഷയം എന്നുള്ളത് ഇപ്പോൾ പലരും എല്ലാ വീഡിയോസും കണ്ടു കാണും. എനിക്ക് ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ ബാല റിലേറ്റഡ് വീഡിയോ ചെയ്ത സമയത്ത് പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നാണ് തോന്നുന്നു ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേല നീ ബാലയ്ക്കെതിരെ വീഡിയോ ചെയ്തു പോരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സാറിൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ സാറോട് ഇത് വിളിച്ച് പറഞ്ഞ ബാല എന്ന് പറഞ്ഞ വ്യക്തിയോടോ സാറ് കൃത്യമായിട്ടൊരു കാര്യം പറയണം. സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഇരുന്നിട്ട് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആരെയും പെരട്ടാനും പിടിക്കാനൊന്നും പോകാറില്ല. ഓക്കെ, മാന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമായിരിക്കും. പക്ഷെ എന്നാലും ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ വളരെ മാന്യമായിട്ടാണ് റിയാക്ട് ചെയ്യാറ്. അപ്പൊ ആ മാന്യതയുടെ ലൈൻ ഞാൻ വിട്ടിട്ടില്ല. സാറ് വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാം. സാർ ആ മാന്യ വ്യക്തിയോട് അത് കണ്ടിട്ട് മാന്യത ഇല്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ഭീഷണിയുടെ സ്വരം നമ്മൾ ചെയ്യാത്തത് കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ആ സ്വരം വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ വരുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, വിഷയമല്ലടേ, നമ്മൾ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകണതാണ്. അപ്പം ഇനി പോലീസുകാരല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു കോടതി ഉണ്ടല്ലോ, അവിടുന്നൊക്കെ എന്തെങ്കിലും പേപ്പർ കടലാസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നോക്കാന്നല്ലാതെ നമ്മളങ്ങനെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഓക്കെ, അത് ഞാൻ ആദ്യം പറയുകയാണ്. പലരും എന്നോട് ഒരിടയ്ക്ക് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇടാഞ്ഞത്, വീഡിയോ ചെയ്യാഞ്ഞത് എന്നുള്ളത്. വേറൊന്നുമല്ല, അതിലൊന്നും നടന്നിട്ടില്ല. അവിടെ നിന്ന് ഡ്രോപ്പായി. അവര് വേറെ കല്യാണം കഴിച്ചു പോയി ഒരാള്. എന്താണെങ്കിലും ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഇപ്പൊ എന്താ വിഷയം എന്നുള്ളതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് റിപ്പോർട്ടർ ചാനലിൽ വന്ന ന്യൂസ് ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം. സ്നേഹ കണ്ടിട്ടില്ല കേട്ടോ, നിങ്ങൾ പലരും കണ്ടു കാണും. സ്നേഹ കണ്ടില്ല, സ്നേഹയ്ക്ക് വേണ്ടി ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം. നടൻ ബാലയ്ക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് പരാതി. ആ പരാതി നൽകിയിരിക്കുന്നത് മുൻ ഭാര്യ അമൃത സുരേഷാണ്. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വലിയ കൃത്രിമം ബാല കാണിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അമൃത. മാത്രമല്ല, കുഞ്ഞിനെ കൂടി വലിച്ചിടിച്ചൊരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതത്തിൽ അത്യാവശ്യം ഗൗരവമുള്ള കേസ് എന്ന് തന്നെ നമ്മൾക്ക് വായിച്ചെടുക്കേണ്ടത്. നേരത്തെ തന്നെ അമൃതയെയും കുഞ്ഞിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചിഴയ്ക്കുന്നു, ആക്ഷേപിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. കുഞ്ഞിനെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കേസ് വന്നു. അന്ന് ഈ കേസിൽ ബാലയെ അറസ്റ്റ് ചെയ്തു. ഈ നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെ ഈ കേസ് ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ ബാല കൊടുത്തിരിക്കുന്നു. ആ കൊടുത്ത രേഖകളിലാണ് കൃത്രിമം നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ അമൃത സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ കൃത്രിമം നടന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇവർക്ക് അതിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഇവരുടെ ഡിവോഴ്സ് എഗ്രിമെന്റിന്റെ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിലെ 5-ാം പേജ് ഫോർജ് ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അമൃത ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടിരിക്കുന്നു. മാത്രമല്ല, കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പേജിൽ ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള പരാതിയാണ് നേരത്തെ തന്നെ അമൃതയ്ക്ക് ഉണ്ടായിരുന്നത്. അത് മാത്രം അപ്പോഴൊക്കെ ബാല വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ്, കുഞ്ഞിനെ കാണാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആയിരുന്നു. ആ പറയുന്ന ആൾ തന്നെ കുഞ്ഞിനായി കരുതി വെച്ച ഏക നിക്ഷേപത്തിലും കൃത്രിമം കാണിച്ചു. അതായത് കുഞ്ഞിനോടും ബാല വഞ്ചന കാണിച്ചു, ഹൈക്കോടതിയെ പോലും വഞ്ചിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അമൃത സുരേഷ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വിഷയം എന്നുള്ളത് 1-2 കേസിലായിട്ട് അങ്ങേര് ജാമ്യത്തിലൊക്കെയാണ് ആള്. ഇനിയിപ്പോ ജാമ്യം റദ്ദാക്കുമോ, കാര്യങ്ങൾ സീരിയസ് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്താ വഴിയെ കണ്ടറിയാം. കാരണം ഇത് കോടതിനെ തെറ്റിദ്ധരിപ്പിക്കലിന്റെ വിഷയം സീരിയസ് ആണ് കേട്ടോ. കാരണം നമ്മളൊരു കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു പേപ്പർ ഫോർജർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാജമാക്കി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണിപ്പാളും. കോംപ്രമൈസ് എഗ്രിമെന്റ് ആണ് ഇവരുടെ ഡിവോഴ്സ് സെറ്റിൽമെന്റ് പേപ്പർ ആണ്, കോംപ്രമൈസ് പേപ്പർ ആണ്. അതിൽ 5-ാമത്തെ പേജസ് 2 കയ്യിലും ഉണ്ടാവുമല്ലോ, അമൃതയുടെ കയ്യിലും കാണും, ബാലയുടെ കയ്യിലും കാണും. സോ മേ ബി ഇപ്പോഴായിരിക്കും ഇവർക്ക് ഇത് ഹൈക്കോടതി പേപ്പർ കിട്ടിയത്. ഇത് കോഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു പേപ്പറിന്റെ ഡോക്യുമെന്റ്സ് ഇപ്പം കുറച്ച് മുമ്പുള്ള സംഗതിയാണെങ്കിൽ ഇപ്പോഴായിരിക്കും കിട്ടിയത്. അപ്പോൾ രണ്ടും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള 5-ാമത്തെ പേപ്പറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടുത്തെ പേപ്പറിൽ കാണുമ്പോൾ ഓബിയസ്ലി അത്
കേസായിട്ട് പോവും. കോടതിയെ പറ്റിച്ചു, ഇവരെ വഞ്ചിച്ചു, കുട്ടിയെ വഞ്ചിച്ചു. ഇത് ഒരു കോടതിയെ മാത്രം വഞ്ചിച്ചു എന്നുള്ള നിലയ്ക്കല്ല കേട്ടോ. അമൃത എന്ന് പറഞ്ഞ ലേഡിയെയും വഞ്ചിച്ചു, കുട്ടിയെയും വഞ്ചിച്ചു, കോടതിയെയും വഞ്ചിച്ചു എന്നുള്ള രീതിക്കാവും കേസ് പോവുക. ഇപ്പം എന്താണെങ്കിലും കേസും കോടതിയും പോലീസുമായിട്ട് അതൊക്കെ തെളിയിച്ചേ പറ്റൂ. കാരണം ഫേക്ക് സിഗ്നേച്ചർ തെളിയിക്കാൻ വളരെ സുഖമാണ്. പിന്നെ ഇതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ കയ്യിലുള്ള ഒറിജിനൽ കോംപ്രമൈസ് എഗ്രിമെന്റ് എന്താണോ അതിനകത്ത് ഈ പറഞ്ഞതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? 5ാമത്തെ പേജ് ആ എഗ്രിമെന്റ് ആ ഒരു പേജ് മാത്രം മാറ്റി വെച്ചു എന്നുണ്ടോ? ഒപ്പിട്ടിട്ട് എന്താ പൈസ അല്ല, ഒപ്പിട്ട് മാറ്റാൻ കാരണം കണ്ടീഷൻസ് കുറെ വെട്ടിമാറ്റി. അതായത് കുട്ടിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ കണ്ടീഷൻ കുറെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലാണ് അമൃത കൺവിൻസ്ഡ് ആയിട്ട് എന്ത് കൊടുത്തത്, മ്യൂച്വൽ ഇതില് ഡൈവോഴ്സ് ആയത്. അപ്പൊ ആ സാധനം പോകുമ്പോ ഇത് കോഷയം കൊടുക്കുമ്പോ ഈ സാധനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി? അത് വാല്യൂ ഇല്ല, പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. വൺസ് ഈ കേസ് കോഷമായ ഈ സാധനം കോടതിയിൽ രേഖയായി കഴിഞ്ഞാൽ നാളെ ഇവർക്ക് കുട്ടി മെച്ചുവറായി ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛൻ എന്താണ് എങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയാണല്ലോ. കുട്ടിക്ക് വേണ്ടി ഒരു ഇത് മാറ്റി വെക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആ സംഗതി പിന്നെ വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ വിഷയം ഇതെന്നൊക്കെ വിട്ടു. ഓക്കെ, ഇത് പോലീസും കോടതിയായിട്ട് തെളിയിക്കുക, അതൊക്കെ ഒരു സൈഡിൽ പോട്ടെ. ഇപ്പത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമൃത വന്നിട്ടൊരു എക്സ്പ്ലനേഷൻ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തു. അതിനടിയിൽ വന്ന കമന്റ് ബോക്സ് ആണ്, മകൾ തന്നെയല്ലേ അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാണ് അച്ഛനെ വേണ്ടാത്തവർക്ക് അച്ഛന്റെ പണം, വേണ്ടാത്ത ആളുടെ പൈസയും വേണ്ട എന്ന് വെച്ചുകൂടെ, അച്ഛനെ വേണ്ടാത്ത മകൾക്ക് അച്ഛന്റെ സമ്പത്ത് എന്തിന്, അങ്ങനത്തെ കണ്ടമാനം കമന്റ് ബോക്സിനകത്ത് കിടക്കുന്നുണ്ട്. ഇതില് ഇപ്പോ പലരും കണ്ടന്റ് സംസാരിച്ചു പോകുന്ന കാര്യങ്ങളെ പോലെയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇവിടെ ആദ്യം ഇതിൽ ഏറ്റവും വലിയ വിഷയം സംഭവിക്കുന്നത് വിശ്വാസവഞ്ചന. അതാണ് വിഷയം. അത് കോടതിയോട് എന്നുള്ളതല്ല, അമൃതയോട് ഈ വ്യക്തി അങ്ങനെ ഒരു പേജ് കള്ളത്തരം കാണിച്ച് അമൃതയുടെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആദ്യത്തെ വിശ്വാസവഞ്ചന ആരോടാ വരുന്നത്? അമൃതയോടാണ്. അടുത്തത് വരുന്നത് ആരോടാ? കുട്ടീനോടാ. ഇതിന്റെ ദേഷ്യത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാം? ഇത് കേസായിട്ട് കോടതി തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ കോടതിയെ വരെ വഞ്ചിച്ചു, നമ്മളെ വഞ്ചിച്ചു, കോടതിയെ വഞ്ചിച്ചു, വലിയ തെറ്റാണ്. അത് കേസായിട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയാം, അമൃത ആസ് എ മദർ, കുട്ടി ഇപ്പോൾ അവരുടെ ഒപ്പമാണ് നിൽക്കുന്നത്, വളരുന്നത്, എല്ലാം ഓക്കെ, എല്ലാം സംഭവിച്ചു. നാളെ ഒരു പക്ഷേ കുട്ടി 18 വയസ്സ് കഴിഞ്ഞിട്ട് വലുതായതിനു ശേഷം കുട്ടി ഏതെങ്കിലും ഒരു സമയത്ത് ചോദിക്കുകയാണ്, അമ്മ ഞാൻ വളരുന്ന സമയത്ത് എനിക്ക് അറിവില്ലാത്തൊരു പ്രായം, നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന അറിവില്ലാത്തൊരു പ്രായത്തിൽ അന്ന് ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞു, ഏത് അന്നത്തെ ഒരു സിറ്റുവേഷൻ, അന്നത്തെ ഒരു പ്രഷറിൽ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ ഒന്നും വേണ്ട. ബട്ട് യു ഷുഡ് മേക്ക് ഷുവർ അച്ഛനും അമ്മയും എന്താണ് എനിക്ക് വെച്ചെന്നുള്ളത്. കുട്ടി അങ്ങനെ തിരിച്ചൊരു ചോദ്യം, രണ്ടുപേരും കൂടി ഉള്ളതാണ്. അപ്പൊ രണ്ടുപേരും, ഒരാൾ വളർത്തുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ഇത്ര സമ്പാദ്യം കുട്ടിക്ക് കൊടുക്കുന്നു. നിയമം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ കുട്ടി നാളെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. അപ്പൊ അവിടെ ഓൾറെഡി കോടതി മുമ്പാകെ കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ കാര്യം ഇല്ല എന്നറിയുമ്പോൾ വരുന്ന ഒരുതരം വാശി, ദേഷ്യമുണ്ട്, ഒരു സങ്കടമുണ്ട്. അതാവണം മേ ബി ഈ കേസായിട്ട് വന്നിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ ബാലേന്റെ ഇത്ര പൈസ കിട്ടിയിട്ട്. അമൃത ഓൾറെഡി പറഞ്ഞല്ലോ അലിമണി വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അത് വൈഫിന് എന്ന രീതിയിൽ അത് വേണ്ട, പക്ഷെ കുട്ടിക്ക് വെക്കുന്നത് അതൊരു ധാർമ്മിക ഉത്തരവാദിത്തം എന്ന രീതിയിലാണ് പറയുന്നത്. അത് എസ്പെഷ്യലി ഞാൻ ഒരു കാര്യം പറയാം, ബാല എന്ന് പറഞ്ഞ വ്യക്തി പല സാഹചര്യങ്ങളിലായിട്ട് വീഡിയോയിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്ത് മകൾ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞുകൊണ്ടേയിരിക്കുക, കുട്ടീനെ കാണിച്ചെന്നില്ല അങ്ങനെ പറയുന്നുണ്ട് മൂപ്പര്. അതൊന്നുമല്ല, കുട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അത്രയും വളർത്തിയ കാലം വരെ ചെയ്ത കാര്യങ്ങളും കുട്ടിയോടുള്ള സ്നേഹമൊക്കെ പാസം മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വ്യക്തി കുട്ടിക്ക് വേണ്ടി വെച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തു, ഇൻഷുറൻസ് മൂപ്പര് ബ്രേക്ക് ചെയ്തു. അതൊക്കെ നമ്മൾ കോൺട്രഡിക്റ്റ് ആയില്ലേ ശരിക്കും പറഞ്ഞാല്. ഒരു സൈഡില് ഭയങ്കര 2022 സംഭവിച്ചതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടും കൂടി നമ്മൾ 2024 എന്ത് സംഭവിച്ചത്? വയ്യാത്ത സമയത്ത് ഇപ്പോൾ അടുത്ത ഒരു കൊല്ലം കേട്ടില്ലല്ലോ, അല്ലാതെ കുറച്ചായി. ഹോസ്പിറ്റലില് 2022 എന്താ പറയുന്നത്. കാരണം കമന്റ് ബോക്സ് മൊത്തം ഈ പറഞ്ഞ പോലെ നിനക്ക് എന്തിനു പൈസ എന്ന് വെച്ചിട്ട്, നിനക്ക് അന്ന് സാധനമല്ലല്ലോ വരുന്നത്, കുട്ടിക്ക് വേണ്ടിട്ടല്ലേ, രണ്ടുപേരുടെയും കൂടി ഒരു കുട്ടിയാണല്ലോ. കാരണം നാളെ ഇനിയിപ്പോ കുട്ടി കുട്ടി മെച്ചൂറായി കഴിഞ്ഞാൽ നമ്മള് വളരുമ്പോ നമ്മുടെ മനസ്സും മൈൻഡും എല്ലാം വളരുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് കുറച്ച് തോന്നുന്നു എനിക്ക് പഠിക്കാൻ ചിലപ്പോ പൈസ, പഠിക്കാനുള്ള കാര്യം, കല്യാണത്തിന്റെ കാര്യം, അല്ല എല്ലാത്തിനും പൈസ എന്തോ
എന്തെങ്കിലും റീസണിന്റെ മുകളിൽ കുട്ടിക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നാളെ ഒരു ഉത്തരം പറയേണ്ട അവസ്ഥ വരും. അപ്പോൾ അത് മേക്ക് ഷുവർ ചെയ്യുക വരും എന്നുള്ളതാണ് ഇവരെ. അത് കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. അത് മേക്ക് ഷുവർ ചെയ്യുക കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള അവരുടെ കടമ അവർ ചെയ്യും. അത് ഓൾറെഡി പറഞ്ഞു വെച്ച സാധനം അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല. അത് കോടതിന്റെ ഒരു ഉത്തരവാണ്. അതായത് അച്ഛന്റെ വക ഇത്ര കൊടുക്കണം 18 വയസ്സാകുമ്പോൾ കിട്ടണം എന്നുള്ള സാധനം. അതില് കോടതി പറഞ്ഞ കാര്യത്തിനാണ് എതിർത്തിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കോടതിയെ പറ്റിച്ചു എന്നാലും ഇത് പോലീസ് റിപ്പോർട്ടും കാര്യം വന്നാലും ഇത് പറ്റിപ്പ് നടന്നോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റും. പറ്റിച്ചു എന്നാണ് അമൃത പറഞ്ഞ് കേസ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അമൃത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ. അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജേ ഫോർജ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയുണ്ട് ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു, ഇൻഷുറൻസ് അടയ്ക്കുന്നില്ല, അടച്ചത് പിന്നെ ബ്രേക്ക് ചെയ്ത് എടുത്തു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത് പ്യോർലി ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ വരുന്ന ഒരു സീനാണ്. തെറ്റുമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം നമ്മൾ അത്രയും വിശ്വസിച്ചിട്ട് നമുക്ക് വേണ്ടി കൂടിയല്ല, കുട്ടിക്ക് വേണ്ടിയുള്ള സാധനം കൂടിയാണ്. ഇത് ഈ അമ്മയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അവിടെ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛൻ ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഇപ്പൊ അമ്മയാണ് ഉറപ്പ് വരുത്തുന്നത്. കാരണം ആ കുട്ടി മെച്ചൂറായിട്ട് അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മ മേക്ക് ഷുവർ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് അവർ. അത് 2022 ചെയ്ത കാര്യം ഇപ്പോഴാണ് അറിയണത്. ഇപ്പോഴാണ് അവർക്ക് ഹൈക്കോടതി പേപ്പർ കിട്ടിയപ്പോഴാണ് ഇത് കണ്ടത്, ചെക്ക് ചെയ്തപ്പോ കിട്ടിയത്. അതെ, അപ്പൊ അതൊരു അമ്മ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് കമന്റ് ബോക്സിൽ പോയിട്ട് ഇപ്പൊ അവരെ പോയി കുറെ തെറി വിളിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, അതല്ല വിഷയം. ഇപ്പൊ അങ്ങനെ ഈ വ്യക്തി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത് കോടതിയിൽ തെളിയിക്കട്ടെ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് കാര്യം. കാരണം നമ്മളിപ്പോ കേൾക്കുന്നത് അമൃതയുടെ സൈഡാണ്. അല്ല, ഇത് അമൃതയുടെ സൈഡ് കേട്ടു, അപ്പുറത്തെ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡ് കേൾക്കുമോ നമുക്ക് അറിയില്ല. എന്തോ നടന്നോട്ടെ, പോലീസുകാരും കോടതി എന്താണെങ്കിലും ഇത് കണ്ടുപിടിക്കും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പരിപാടി. കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ഒരു തീരുമാനമാകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു, നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം, നമുക്ക് അങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടൊന്നുമല്ല. കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാനാണിപ്പോൾ അവളുടെ ഗാർഡിയൻ അല്ലേ. അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ടൊരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂറായതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം 7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും. ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റെസിപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ട് നമ്മളിതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല, നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. കാരണം ഇത്രയും നാൾ മോളെ ചൊല്ലിക്കൊണ്ടായിരുന്നു ഒരു ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അവളെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കഥകളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ വരെ കാപട്യായിരുന്നു ഉണ്ടായിരുന്നത്. അതുവരെ അവൾക്ക് ഇന്നത് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വരെ ആകെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ എമൗണ്ടാണ്. അതൊരു ഇൻഷുറൻസ് പോളിസി അതുവരെ എടുത്ത് അതിലുണ്ടായിരുന്ന കുറച്ച് പൈസ, വളരെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. അതും
അതും എടുത്തു. അപ്പോൾ ശരിക്കും ആ കുഞ്ഞിനെ കൂടെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവളുടെ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു സം എമൗണ്ടാണ്. അതുവരെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും കൂടെ വീണ്ടും പറ്റിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് അനക്കെന്താ മനസ്സിലായ? ബേസിക്കലി എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ഇവരിപ്പോൾ ഈ പറഞ്ഞ ഇൻഷുറൻസിന്റെ കഥ, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടെങ്കിൽ 7 വർഷത്തിന്റെ ആ റെസിപ്റ്റ് എന്ത് ചെയ്യണം, ഇവർക്ക് കൊടുക്കണം എന്നുള്ളതുണ്ട്. അത് കിട്ടാതെ ആകുമ്പോൾ തന്നെ ഇവർക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം, ഇത് നടക്കുന്നില്ല, പരിപാടി അടയ്ക്കുന്നില്ല എന്നുള്ളത്. ഇവർ ഇത്ര കാലം ചോദിച്ചു പോയിട്ടില്ല, ഫെയർ ഇനഫ്. ഇപ്പൊ ഇവരിത് ചോദിച്ചു ചെന്നു. ഇത് ചോദിച്ചു ചെന്നപ്പോൾ ഇവർ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ട് അമൃതത്തില്. കുട്ടിയെ പറഞ്ഞും കുട്ടിയെ വെച്ചിട്ടുമാണല്ലോ ഇത്രയും കാലം ഒരു സഹതാപത്തിന്റെ സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. യു പീപ്പിൾ ഡിസൈഡ്. പൊതുജനം നിങ്ങൾ മനസ്സിലാക്കുക, കുട്ടീനെ ഇത്രയൊക്കെ പറയുന്ന ആള് കുട്ടിക്ക് വേണ്ടി അങ്ങേര് തന്നെ മാറ്റി വെച്ച കാര്യങ്ങളൊന്നും അങ്ങേര് ചെയ്തിട്ടില്ല. ഇതാണ് അതിന്റെ ഒരു ബേസിക് ലൈൻ. അണ്ടർലൈൻ ചെയ്യുന്നത് അതാണ്. ഓക്കെ, അല്ലാതെ ഇവർക്ക് ഈ കേസുമായിട്ടാണ് പോയിട്ട് ബാലേന്റെ 1 കോടി 2 കോടി 10 കോടി പറയുന്നുണ്ട്, കേസ് കൊടുക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ലാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആ ടിവിയിൽ കാണുന്നതും ഈ വീഡിയോയിലും ഇതിൽ കാണുന്നതും അവർക്ക് വേണ്ടത് സ്ട്രെയിറ്റ് അവേ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ. അവർക്ക് വെരി ക്ലിയർ കട്ടാണ് അവരുടെ സംസാരം തന്നെ. എനിക്ക് മനസ്സിലായത് ഇപ്പം അത്രേ ഉള്ളൂ. അവർക്ക് ഇത്ര കാലം നിങ്ങൾ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ സംസാരിക്കുന്നവരോ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഈ വ്യക്തി ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന അച്ഛനാണല്ലോ. ആ വ്യക്തി ഇല്ല ചെയ്യേണ്ട കാര്യം പോലും ചെയ്തിട്ടില്ല. അത് അവർക്ക് അണ്ടർലൈൻ ചെയ്യാൻ ഒരു കറക്റ്റ് സാധനമാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സംഗതി. ഓക്കെ, നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായത് 2022 എങ്ങാണ്ട് ഈ പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മകളായിരിക്കണം അതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള അവകാശി, 18 വയസ്സിന് ശേഷം വേറെ ആരും അതിൽ തുടരുതെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു പോർഷനാണ് എടുത്തു കളഞ്ഞത്. അപ്പോൾ അത് ശരിക്കും പാപ്പിന് വേണ്ടി സംസാരിക്കാൻ ഇപ്പം ഞാനല്ലേ ഉള്ളൂ. മാത്രമല്ല നമ്മളത് കേസായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലീഗലി മകൾക്കും ഭാവിയിലേക്ക് അത് നാളെ കൊച്ചു എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും പറയാനൊരു ഉത്തരമില്ല. മാത്രമല്ല ഈ കേസിനും നമ്മളതിനെ ലീഗലി മൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവുന്ന ലീഗൽ അഡ്വൈസ് ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോവാനോ ഒന്നും നിൽക്കില്ലായിരുന്നു. എന്നെയും മോളെയും പറ്റിച്ചു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യണുണ്ടായിരുന്നില്ല കോടതിയിൽ കൊടുക്കുന്ന ഡോക്യുമെൻസും. സാധാരണ അങ്ങനെ ആരും ചെയ്യുന്ന കാര്യമല്ലല്ലോ. അതും ഹൈക്കോടതിയിൽ തെളിവായിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻസിൻ്റെ ഉള്ളിൽ കള്ളത്തരം കാണിക്കുക, ആ ഒരു എൻ്റയർ പേജ് മൊത്തം മാറ്റി എഴുതുക, അതിനകത്ത് എൻ്റെ കള്ളൊപ്പ് ഇടുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബാങ്കിൽ നിന്നത് മാറ്റി മകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം അത് മാറ്റുക. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെയും അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്തതും അവിടെയും പറ്റിക്കലുണ്ടായിരിക്കുകയാണ്, എന്നെയും പറ്റിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ വിശ്വാസത്തിലാണ് ഈ ഡിവോഴ്സ് നിന്ന് പുറത്ത് വന്നത്. അപ്പോൾ എന്നെയും പറ്റിച്ചിട്ടുണ്ട്, മകളെയും പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഹൈക്കോടതിയെയും പറ്റിച്ചു എന്നുള്ളൊരവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ എനിക്കത് ഫെയർ ഇനഫ് എന്നേ പറയാനുള്ളൂ. കാരണം ഭാവിയിൽ കുട്ടി ചോദിച്ച ഭാവിയിൽ എന്താണെങ്കിലും കുട്ടിക്ക് ചോദിക്കാൻ ഒരുപാട് കാണും. കാരണം എന്താ പറയുക, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി വളർന്നു വരുന്ന കുട്ടീനെ റീസെന്റ് ആ വീഡിയോ ഇട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും കുറെ ചോദ്യങ്ങൾ ഈ കുട്ടിക്ക് കാണും. കാരണം വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ സോഷ്യൽ മീഡിയ ഈ ഒരു ഫേസിൽ തന്നെ നിലനിൽക്കുന്ന കുട്ടി ആയതുകൊണ്ട് കുട്ടിക്ക് ഒരുപാട് ചോദ്യങ്ങൾ. കാരണം വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു എന്താ പറയുക എൻറ്റയർ അറ്റ്മോസ്ഫിയർ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതൊക്കെ സെലിബ്രിറ്റി, ഫെയിം, സോഷ്യൽ മീഡിയ, അത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ ഡെഫിനറ്റ്ലി കുട്ടി എന്താണെങ്കിലും പാരൻസിനോട് ചോദിക്കും, അച്ഛനോടാണെങ്കിലും അമ്മനോടാണെങ്കിലും കുട്ടികൾക്ക് ചോദിക്കാനുള്ളത് അവർ വളർന്നു വന്നൊരു സാഹചര്യം ചിലപ്പോൾ പെട്ടെന്ന് ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ ചോദിക്കും. അപ്പം നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആര് ചെയ്തു വെച്ചത്, അമൃത ചെയ്ത പരിപാടിയാണ്. അതായത് എനിക്കത് പക്കയായിട്ടിരിക്കണം, പക്കയായിട്ട് ചെയ്തു വെക്കുക എന്നുള്ള അവർ ചെയ്തു. അത്രയേ ഉള്ളൂ അവരുടെ ഒരു സൈഡിൽ നിന്നുള്ളതാണ്. എനിക്കിപ്പോൾ അത് എൻ്റെ സാധനം അവർ പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കൺവേ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി കോടതി കാര്യങ്ങൾ റെസ്പെക്ട് എന്നൊക്കെ ഉള്ളൊരു സംഗതി ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ബാല എന്ന് പറഞ്ഞ വ്യക്തി നിരന്തരമായിട്ട് സംസാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. അവർ സേഫ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ആണോ? ആണോ? ചിലപ്പോൾ അതായിരിക്കും. അറിഞ്ഞാൽ நம்மளும் சரி விட்டுருங்க. ரொம்ப சிம்பிளாக ஒரு கேள்வி கேட்குறேன். ഈ ഇൻ്റർവ്യൂവിലെങ്കിലും വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന മലയാളത്തിൽ തന്നെ ഞാൻ ചോദിക്കാം.
ബാല ചെയ്യുന്നത് തെറ്റ്, അങ്ങനെ വെക്കാം. സാർ, ഹൈക്കോർട്ടുക്ക് വില അല്ല, തീർച്ചയായിട്ടും സുപ്രീം കോർട്ടുക്ക് വില അല്ല, അപ്പം അവർ കൊടുത്തിருக்க ஆர்டருக்கு விலை இல்லை, അവരെല്ലാവരും മണ്ടന്മാരാ? என்ன നിയമം என்ன? എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ ഞാൻ കാണണം, കുട്ടിയെ കാണണം. ആമാ, കാണിച്ചിരിക്കണം. ഓർഡർ, നിയമം, ഓർഡർ. ഒരു വർഷത്തിൽ വിഷു ഇരുന്നാലും ഓണം ഇരുന്നാലും ദീപാവലി ആയാലും, ஏன்னா தீபாவளி எங்களுக்கு தமிழ்நாட்டில் எல்லாருக்கும் ന്യൂ ഇയർ, ക്രിസ്മസ്, ഇന്ന് ക്രിസ്മസ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒന്നും വേണ്ട സാർ, ഇറങ്ങാൻ നേരത്ത് ഇത് സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് വീട്ടിൽ അവർക്കും സെപ്പറേറ്റഡ് ആണ്. നല്ല കുടുംബം, അവരെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയതല്ല. പക്ഷേ എന്തായാലും 2 മകൾ ഇവിടെ വന്ന് എനിക്ക് കേക്കെല്ലാം കൊടുത്താங்க. അത് അദ്ദേഹത്തിൻ്റെ അവകാശം. எனக்கு மட்டும் அந்த அவகாசம் இல்லை இந்த பூமியில்? அப்போ ഹൈക്കോർട്ട് ഓർഡർ മോശമാ, തെറ്റാണോ? ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യവും ഭിക്ഷ തന്നെയാണ് സാർ, ഓപ്പണാக சொல்கிறேன். എനിക്ക് നാണക്കേടില്ല. ഒരു പ്രാവശ്യം കോൺടാക്ട് ചെയ്ത് കാണട്ടെ. ഇതാണ് ബാല എന്ന് പറഞ്ഞ വ്യക്തി കോടതി ഓർഡറിനെ കുറിച്ചും ഹൈക്കോടതിയും സുപ്രീം കോടതിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു വ്യൂവേഴ്സ് എന്ന് പറഞ്ഞുള്ളൊരു പെർസ്പെക്റ്റീവിൽ ഇരുന്ന് കാണുന്ന ആളുകൾക്ക് ഇതിപ്പോൾ പേപ്പർ ഫോർജ്ഡ് ആണോ കള്ളത്തരമാണോ എന്നൊന്നും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കള്ളത്തരമാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം ആര് പറയണം? ബാല പറഞ്ഞേ പറ്റൂ. കാരണം ബാല ഈ കോടതിയെക്കുറിച്ചും പേപ്പറിനെ കുറിച്ചും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചിട്ടൊക്കെ ഘോരഘോരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പല ഇൻ്റർവ്യൂസിലൊക്കെ ആയിട്ട് വളരെയധികം പറയുന്നൊരു വ്യക്തിയാണ്. സോ അങ്ങനെയുള്ള ഒരാൾ കോടതിയെ മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം ബാല തന്നെ പറയണം. ഇനി അതല്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെ FIR ഇട്ട് എനിക്ക് അപ്പോഴും എൻ്റെ സീൻ അവിടെയാണ്. ഒറ്റയടിക്ക് പോയി ഇവർ കേസ് കൊടുത്തു പറഞ്ഞ FIR ഇട്ട്, മനസ്സിലായോ? കേസ് ഒറ്റയടിക്കാ ഇട്ടേ. സോ there will be something. അല്ല, അന്വേഷിച്ചിട്ടാവില്ലേ? അല്ല, എന്താണെങ്കിലും FIR ഇടുന്നതിന് മുന്നേ ഒരു പ്രാഥമിക അന്വേഷണം എന്നുള്ള രീതിയിൽ അവിടെ ചെയ്യാതിരിക്കില്ലല്ലോ. പേപ്പറോ കാര്യങ്ങളോ കണ്ട് പോലീസുകാർ കൺവിൻസ്ഡ് ആയതിനു ശേഷം മേ ബി അവര് കേസും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. അല്ല, ഇനി ബാലേന്റെ സൈഡിൽ എന്തായാലും ബാലയുടെ സൈഡിൽ നിന്നുള്ളത് ഒന്നിട്ട് ബാല പറയുക, അല്ലാന്നുണ്ടെങ്കിൽ ബാലയുടെ ലീഗൽ ടീംസ് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ പോലീസ് അന്വേഷണം എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ഈ കാര്യത്തില് പോലീസ് അന്വേഷണവും കാര്യങ്ങളും ഉണ്ടായിട്ട് പേപ്പർ ഫോർജ്. കാരണം ഇതെന്തറിയാം, പോലീസുകാർ എന്തായാലും വേഗം അന്വേഷിക്കും. കാരണം ഇത് കോടതിക്ക് എതിരെയുള്ള കേസാണ്. കോടതിന്റെ പറയും ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാവും ഏറ്റവും മുൻഗണന കൊടുക്കുക. അപ്പൊ പിന്നെ അതിനെന്തായാലും പെട്ടെന്ന് തീർപ്പാക്കാൻ നോക്കും അവര്. എന്താണെന്നുണ്ടെങ്കിലും ഈ കോണ്ടന്റ് ലൂപ്പ് ഇവിടെ തുടങ്ങുകയാണ് രണ്ടാമതും. ലെറ്റ്സ് സീ. പക്ഷെ ഞാനിന്ന് നമ്മളിപ്പോ കൊച്ചിയിലാണ്, കോള് വരൂ. എന്താണ് എവിടെയാണെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും നോ ഇഷ്യൂസ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മാന്യമായ ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാന്നുള്ളതാണ് നമ്മുടെ ഒരു ലൈൻ. ഓക്കെ, നമ്മൾ മറ്റേ 100 കൊടുത്തിട്ട് 10,000 ഉണ്ടെന്ന് ഞാൻ പറയാറില്ല. പറയുന്ന അല്പന്മാര് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അല്പബുദ്ധിക്ക് പല എന്താ പറയാ രംഗണ്ണൻ സ്റ്റൈൽ സാധനങ്ങളും കാണിക്കും. നടക്കാൻ പോകുന്നില്ല, അതൊക്കെ മുടിഞ്ഞിടിച്ച് കഥ. ഓക്കെ, ബൈ.